യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. രാജാതിരാജവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. കർത്താതി കർത്താവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദി കർത്താവേ, നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവം മക്കളുടെ മധ്യത്തിലായിരിക്കാൻ സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം അടിയന്റെ ജീവിതത്തിനും ഒരുക്കി തന്ന അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ലൈവായി ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെ നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ കഴിവോ നമ്മുടെ സ്തോത്ര ബലമോ നമ്മുടെ ശൈത്യമോ ഒന്നുമല്ല, ദൈവം തമ്പുരാന്റെ കൃപ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വിശ്വസ്തനായിരുന്നു. നമ്മെ ഓരോ ദിവസവും കരം പിടിച്ച് നടത്തുന്ന ദൈവത്തിന്റെ കൃപകൾക്കായി, ദൈവത്തിന്റെ കരുതലുകൾക്കായി, ദൈവത്തിന്റെ പരിപാലനത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. വർഷത്തിന്റെ ആരംഭത്തെ കണ്ടതായ നമുക്ക് സ്തോത്ര. ഈ വർഷത്തിന്റെ ഒടുവിലത്തെ സമയത്തിലേക്ക് നമുക്ക് എത്തുവാൻ ദൈവമായുസ്സും ആരോഗ്യവും ബലവും ഒക്കെ തന്ന് ദൈവം നിർത്തിയ നമുക്കൊന്നിനും ഒരു കുറവില്ലാതോണം, നമ്മുടെ ആവശ്യങ്ങളൊന്നും മുടക്കാതോണം നമ്മെ വിജയത്തോടെ നടത്തിയ ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട്, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ദൈവം വലിയവനായ ദൈവമത്രേ സ്തോത്രം. സകലത്തിനും മതിയായ ദൈവമത്രേ സ്തോത്രം. ആ ദൈവം കഴിഞ്ഞ നാളുകളിൽ വിടുവിച്ച ദൈവം ഇനിയും വിടുവിക്കാൻ ശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആ കർത്താവിന്റെ മാറോട് ചേർന്ന് ഈ പകൽക്കാലം മരിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ജയത്തോടെ ഈ പകൽക്കാലവും നമ്മെ വഴി നടത്തുവാനായിട്ട് ഇടയായി തീരും. ആമേൻ. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. സ്തോത്രം. പ്രിയമുള്ളവരെ സ്തോത്രം. നമ്മുടെ സങ്കടങ്ങളെ അറിയുവാൻ ആരുമില്ലെങ്കിലും നമ്മുടെ സങ്കടങ്ങളെ, ആഴങ്ങളെ അറിയുന്ന കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ആ യേശു കർത്താവ് നമ്മുടെ സങ്കടങ്ങളിൽ നിന്ന് നമ്മെ വിടുവിക്കുവാനായിട്ട് ഇടയത്തിനും. നമ്മെ സങ്കടപ്പെടുത്തുവാൻ ഒത്തിരി പേര് കാണുമായിരിക്കാം, നമ്മുടെ സങ്കടങ്ങളെ അറിയുന്ന ഒത്തിരി പേര് കാണുമായിരിക്കാം. പക്ഷേ ആ സങ്കടങ്ങളിൽ നിന്ന് വിടുവിപ്പാൻ ആർക്കും കഴിയാതിരിക്കുമ്പോൾ ആ സങ്കടങ്ങളിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുന്ന ഒരേ ഒരാളെന്ന് പറയുന്നത് നമ്മുടെ യേശു കർത്താവ് മാത്രമത്രേ. അങ്ങനെയെങ്കിൽ ഈ പകൽക്കാലം സങ്കടപ്പെട്ട് ഞരങ്ങുന്ന വിഷയങ്ങളുടെ നടുവിൽ നിന്ന് എന്റെ യേശു കർത്താവ് നിങ്ങളെ വിടുവിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്ര. അതേ സ്തോത്രം. നിങ്ങളെ സങ്കടപ്പെടുന്ന ഏത് വിഷയമായിക്കൊള്ളട്ടെ, അതിനകത്തുനിന്ന് ഈ പകൽക്കാലം ഒരു വിടുതലുണ്ട് എന്ന് വിശ്വസിക്കുക. എന്റെ കർത്താവ് നിങ്ങളെ വിടുവിക്കുവാനായിട്ട് ഇടയായി തീരുക. നമ്മുടെ പ്രാണ സങ്കടങ്ങളെ അറിയുന്ന ദൈവം, നമ്മുടെ സങ്കടങ്ങളുടെ ആഴങ്ങളെ അറിയുന്ന ദൈവം, സങ്കടപ്പെട്ട് ഞരങ്ങുന്ന വിഷയത്തിന്റെ കാഠിന്യത്തെ അറിയുന്ന യേശു കർത്താവ് ഈ പകൽക്കാലം നമ്മെ അതിനകത്തുനിന്ന് വിടുവിക്കുവാനായിട്ട് ഇടയത്തിരുക. അങ്ങനെയെങ്കിൽ നമ്മുടെ സങ്കടങ്ങളെ അറിയുന്ന യേശു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, നമ്മളെ തനിച്ചല്ല. സ്തോത്രം. ആ ഒരു ഉറപ്പോടെ ആയിരിക്കുക യേശു കർത്താവ് നമ്മെ വിടുവിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. അതിന്റെ ഒന്ന് രണ്ട് ഭാഗങ്ങളെ നമുക്ക് വേഗത്തിൽ ചിന്തിക്കാം. പുറപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതിന്റെ 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 7-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാനായിട്ട് സാധിക്കുന്നു. യഹോവ അരുളി ചെയ്തത്, മിസ്രൈമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊരിയ വിചാരമാർ നിമിത്തമുള്ള അവരുടെ നിലവിളി കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങളെ അറിയുന്നു. സ്തോത്ര. ഹല്ലേലൂയ. ആ ഒരു വാക്ക് മാത്രമാണ് ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മുടെ സങ്കടങ്ങളെ അറിയുന്ന സർവശക്തനായ ദൈവം. പ്രിയ മക്കളെ, അവിടെ കാണുവാൻ സാധിക്കുന്നു. കഷ്ടത കണ്ടു, അവരുടെ നിലവിളി കേട്ടു. പക്ഷേ അറിയുന്ന ഒരു കർത്താവ്. എന്താ അറിഞ്ഞത്? ഇസ്രായേൽ ജനത്തിന്റെ കഷ്ടതയെ എന്ത് ചെയ്യുന്നു? അവരുടെ സങ്കടങ്ങൾ അറിഞ്ഞതായ ദൈവം. നമ്മുടെ നിലവിളി കാണുന്ന ഒത്തിരി പേര് കാണുമായിരിക്കാം, നമ്മുടെ കഷ്ടത അറിയുന്ന മനസ്സിലാക്കുന്ന ഒത്തിരി പേര്. പക്ഷേ നമ്മുടെ സങ്കടത്തെ അറിയുന്ന, നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ വേദനപ്പെട്ട് ഞരങ്ങുന്ന സങ്കടത്തെ, ആ വിഷയത്തെ അറിയുന്നത് എന്റെ സർവശക്തനായ ദൈവം മാത്രമത്രേ. ഹല്ലേലൂയ. കൂടെയുള്ളവർക്ക് ആർക്കും നമ്മുടെ സങ്കടത്തെ അറിയാൻ കഴിയത്തില്ല. പലപ്പോഴും നമ്മുടെ സങ്കടത്തെ ആരോടും നാം ഷെയർ ചെയ്യുവാനും ആഗ്രഹിക്കാറില്ല. നമ്മുടെ സങ്കടത്തെ പരമാവധി നാം ഒതുക്കി നമ്മൾ മനസ്സിൽ വച്ചുകൊണ്ട് നടക്കുവാൻ, ഞാൻ മാത്രം അറിഞ്ഞാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന അനുഭവത്തിൽ നാം കടന്നു പോകും. പക്ഷേ അതിന്റെ നടുവിലും നമ്മുടെ സങ്കടത്തെ അറിയുന്ന യേശു കർത്താവ് കൂടെയുണ്ട്. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. പ്രിയ ദൈവ പൈതലേ, നീ സങ്കടപ്പെടുന്ന ഓരോ വിഷയത്തെയും നന്നായിട്ട് അറിയുന്ന
യേശു കർത്താവ് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. നീ സങ്കടപ്പെടുന്നത് ആരും അറിയുന്നില്ലായിരിക്കാം, നീ ആരോട് ഷെയർ ചെയ്തിട്ടില്ലായിരിക്കും. പക്ഷേ നിന്റെ പ്രാണ സങ്കടങ്ങളെ അറിയുന്ന, നിന്റെ ഹൃദയത്തിനകത്തൂടെ സങ്കടപ്പെട്ട് ഞരങ്ങുന്ന അനുഭവത്തെ ഇതിനകത്തുനിന്ന് ഒരു വിടുതൽ ലഭിച്ചിരുന്നുവെങ്കിൽ, ഈ വിഷയത്തിനകത്ത് ഒരു പരിഹാരം ലഭിച്ചിരുന്നുവെങ്കിൽ എന്ന് ഹൃദയത്തിന്റെ ആഴത്തട്ടിൽ കിടന്ന് ചില വാക്കുകൾ, ചില പ്രവൃത്തികൾ, ചില സംസാരങ്ങൾ നിന്നെ ഒത്തിരി സങ്കടപ്പെടുത്തുന്നുണ്ടായിരിക്കാം. കഴിഞ്ഞ നാളുകളിൽ നിന്റെ കൂടെ ഉണ്ടായിരുന്നവർ ഒത്തിരി പേര് കാണുമായിരിക്കാം. പക്ഷെ അവരുടെ ജീവിതത്തിനകത്തുനിന്ന് നിനക്ക് അഭിമുഖീകരിക്കേണ്ടി വന്ന ചില പ്രശ്നങ്ങൾ ആരോടും നിനക്ക് ഷെയർ ചെയ്യാൻ കഴിയുന്നില്ലായിരിക്കാം. അത് നിന്റെ ഹൃദയത്തിന്റെ ആഴത്തട്ടിൽ സങ്കടങ്ങളായി ഞരങ്ങുമ്പോ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ സങ്കടങ്ങളെ അറിയുന്ന യേശു കർത്താവ് കൂടെയുണ്ട്. ആ സങ്കടപ്പെട്ട് ഇനി ഞരങ്ങുവാൻ എന്റെ യേശു കർത്താവ് അനുവദിക്കത്തില്ല. ആ സങ്കടത്തിനകത്ത് നിന്ന് കർത്താവ് നിങ്ങളെ വിടുവിക്കുവാനായിട്ടിടയത്തില്ല. ആ സങ്കടപ്പെടുന്ന വിഷയത്തെ ദൈവം തമ്പുരാൻ പരിഹരിക്കുവാനായിട്ടിടയത്തിലും. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, മിസ്രൈമിന്റെ പീഡ നിമിത്തം ഇസ്രായേൽ ജനം വളരെ അധികം സങ്കടപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. അവരുടെ ഊഴിയ വിചാരക നിമിത്തം, അവരുടെ പീഡ നിമിത്തമായിട്ട് അവരുടെ സ്തോത്രം ഒത്തിരി സങ്കടപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. അവരുടെ സങ്കടങ്ങളെ അറിഞ്ഞതായ ദൈവം എന്ത് ചെയ്യുന്നു? മൗനമായിട്ടിരിക്കുകയല്ല. ആ സങ്കടപ്പെട്ടതിന്റെ നടുവിൽ നിന്ന് ദൈവം തന്റെ ജനത്തെ പുറപ്പെടുവിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, സങ്കടത്തിന്റെ ആഴക്കടലിനകത്ത് നീ മുങ്ങി താഴുമെന്ന് ചിന്തിക്കുമ്പോ, അതിനകത്ത് നീ ഒതുങ്ങിപ്പോകുമെന്ന് ചിന്തിക്കുമ്പോ, പ്രിയ ദൈവപൈതലെ, നിനക്ക് സങ്കടപ്പെടാൻ ഒരു ടൈം കാണുമായിരിക്കും. പക്ഷേ എന്ന് നീ സങ്കടപ്പെട്ട് ഞരങ്ങിയും ഇരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. അതിനകത്തുനിന്ന് നിനക്കൊരു പുറപ്പാടുണ്ട്. അതിനകത്തുനിന്ന് എന്റെ സർവശക്തനായ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരുവാനായിട്ടിടയായിത്തീരും. ഹല്ലേലൂയ. ഈ പകൽക്കാലം അങ്ങനെ തന്നെ വിശ്വസിക്കും. നിന്നെ സങ്കടപ്പെടുത്തുന്ന ഒത്തിരി വിഷയങ്ങൾ മുന്നിൽ കാണുമായിരിക്കാം. ഹല്ലേലൂയ. നീ പ്രതീക്ഷിക്കാത്ത ഇടത്തുനിന്ന് നിനക്ക് സങ്കടത്തിന്റെ വിഷയങ്ങൾ കടന്നു വരുന്നുണ്ടായിരിക്കാം. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, അവരുടെ സങ്കടങ്ങളെ അറിയുന്നു. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവിന് പറയാനായിട്ടുള്ളത്, നിന്റെ സങ്കടങ്ങളെ അറിയുന്ന ഒരു സർവശക്തനായ ദൈവം കൂടെയുണ്ട്. എന്റെ സങ്കടങ്ങൾ ആരും അറിയുന്നില്ലല്ലോ എന്ന് നീ പലപ്പോഴും ആകുലപ്പെടുന്നുണ്ടായിരിക്കാം. പക്ഷെ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ കൂടെയുള്ളവർ നിന്റെ സങ്കടം അറിയുന്നില്ലായിരിക്കാം. നിന്റെ ഭവനത്തിലുള്ളവർ നിന്റെ സങ്കടം അറിയുന്നില്ലായിരിക്കാം. നിന്നോടൊപ്പം ജോലി ചെയ്യുന്നവർ നിന്റെ സങ്കടത്തെ അറിയുന്നില്ലായിരിക്കാം. നിന്റെ കൂട്ടു സഹോദരങ്ങൾ നിന്റെ സങ്കടം അറിയുന്നില്ലായിരിക്കാം. അല്ലെ, നിന്റെ തുണയാളികൾ നീ സങ്കടപ്പെടുന്നത് അറിയുന്നില്ലായിരിക്കാം. പക്ഷെ നിന്റെ സങ്കടത്തെ അറിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ആ ദൈവം ഈ പകൽക്കാലം നിന്റെ സങ്കടത്തിനകത്തുനിന്ന് വിടുവിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്ര. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോ അതിന്റെ 42-ാം അധ്യായത്തിൽ അവിടെ നമുക്ക് ജോസഫിന്റെ സങ്കടത്തെ പറ്റി അവിടെ കാണുവാൻ സാധിക്കുന്നു. അവിടുത്തെ ജോസഫിന്റെ സങ്കടത്തെ എന്ത് ചെയ്യുന്നു? സഹോദരങ്ങൾ അറിയുവാനായിട്ട് ഇടയായി തീർന്നു. പക്ഷേ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അതിനകത്തുനിന്ന് അവർ വിടുവിക്കാതെ വേണം മാറിപ്പോയ ഒരു അനുഭവത്തെ പറ്റി അവിടെ വചനത്തിൽ പറയുന്നു. 42-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ജോസഫിന്റെ സഹോദരങ്ങൾ മിസ്രൈമിനെ സന്ദർശിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ജോസഫ് സഹോദരങ്ങളെ അറിഞ്ഞുവെങ്കിലും സഹോദരങ്ങൾ ജോസഫിനെ അറിയാത്തൊരു സാഹചര്യത്തിലേക്ക് ദൈവത്തിന്റെ വാഗ്ദത്തമായിട്ട് ദൈവം കൊടുത്ത സ്വപ്നത്തിലേക്ക് ജോസഫിനെ ദൈവം എത്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പക്ഷേ ഈ യാത്രയുടെ മധ്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ജോസഫ് പല സാഹചര്യങ്ങളിലും സങ്കടത്തിന്റെ ആഴത്തിൽ കൂടി കടന്നു പോകാനായിട്ട് ഇടയായിരുന്നു. അവിടെ ആരും വിടുവിക്കാനുണ്ടായിരുന്നില്ല. പക്ഷേ ആ സങ്കടത്തിനകത്ത് മുങ്ങിപ്പോകാൻ ഇടയാക്കാത്തവണ സർവശക്തനായ ദൈവം അവന്റെ കരത്തിൽ പിടിച്ച് അവന് പലയിടങ്ങളിലും വഴി നടത്തുവാനായിട്ട് ഇടയായിരുന്നു. കാരണം എന്താ? വാഗ്ദത്തം കൊടുത്ത ദൈവം അവൻ സങ്കടത്തിൽ മുങ്ങിപ്പോകാനായിട്ട് അനുവദിച്ചില്ല. ഹല്ലേലൂയ. അങ്ങനെക്ക് പല ദർശനങ്ങൾ നിന്റെ മേൽ കാണുമായിരിക്കാം, പല വാഗ്ദത്തങ്ങൾ നിന്റെ മേൽ ഈ പകൽക്കാലം കാണുമായിരിക്കാം. പക്ഷെ ആ വാഗ്ദത്തങ്ങളെ ചുമന്നുകൊണ്ട് നടക്കുമ്പോ പലരും നിന്നെ സങ്കടപ്പെടുത്താൻ കാണുമായിരിക്കാം, പലരും നിന്നെ വേദനിപ്പിക്കാൻ കാണുമായിരിക്കാം. പക്ഷേ അതിനകത്ത് നീ ഒത്തിരി സമയം വേദനപ്പെട്ട് ഞരങ്ങിപ്പോകാൻ ദൈവം അനുവദിക്കത്തില്ല. അതിനകത്തുനിന്ന് ദൈവം നിന്നെ പുറത്തെടുക്കുവാനായിട്ട് ഇടയായിത്തീരും.
ഹല്ലേലൂയ. അവിടെ 42-ാം 21 കാണുവാൻ സാധിക്കുന്നു. ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്ത ദ്രോഹമാക്കുന്നു. അവൻ നമ്മോട് കെഞ്ചിയപ്പോൾ നാം അവന്റെ പ്രാണസങ്കടം കണ്ടിട്ടും അവന്റെ അപേക്ഷ കേട്ടില്ലല്ലോ, അതുകൊണ്ട് ഈ സങ്കടം നമുക്ക് വന്നിരിക്കുന്നു എന്നവർ തമ്മിൽ പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അവനെ സ്തോത്രം ഹല്ലേലൂയ പൊട്ടക്കിണറ്റിനകത്ത് ഇട്ട സാഹചര്യത്തിനും അവിടെ നിന്ന് കയറ്റി ഇസ്മായേലരുടെ കയ്യിൽ കൊടുക്കുമ്പോഴൊക്കെയും തന്റെ പിഞ്ച് സഹോദരൻ, തന്റെ ഏറ്റവും ഇളയ സഹോദരന്റെ ഉള്ളിനകത്ത് കടന്നു വന്ന പ്രാണസങ്കടത്തെ കണ്ടതായ സഹോദരങ്ങളാ ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. പ്രിയദൈവമക്കളെ, പലരുടെയും നിമിത്തം ഇസ്രായേൽ ജനത മിസ്രയീമിന്റെ പീഡ നിമിത്തമാണ് സങ്കടപ്പെട്ടത്. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, തന്റെ സ്വന്തം സഹോദരങ്ങളാൽ തനിക്ക് പ്രാണസങ്കടത്തിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. സ്തോത്രം. അതവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അവന്റെ പ്രാണസങ്കടം കണ്ടു കെഞ്ചുന്ന ഒരു അനുഭവത്തിലൂടെ തന്റെ സഹോദരങ്ങളുടെ ക്ഷേമ അന്വേഷണത്തിനാ ജോസഫ് പോകുവാനായിട്ട് ഇടയെത്തുന്നത്. പക്ഷേ തന്നെ കാത്തിരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. തനിക്ക് സങ്കടത്തിന്റെ അനുഭവങ്ങളാ വരുവാനായിട്ട്. അതാരാ? തന്റെ ക്ഷേമം അന്വേഷിക്കാനായിട്ട് പോയ തന്റെ സ്വന്തം സഹോദരങ്ങളിൽ നിന്നാ. പ്രിയതേ മക്കളെ, പലപ്പോഴും പുറത്തുനിന്ന് സങ്കടങ്ങൾ കടന്നു വരുമ്പോൾ നമുക്ക് അധികം വേദന ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ ഭവനത്തിന് അങ്കണത്തിൽ നിന്ന്, നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് ചില സങ്കടങ്ങൾ കടന്നു വരുമ്പോൾ നമുക്ക് താങ്ങാൻ കഴിയത്തില്ല. ഇവിടെ അവർ സഹോദരങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നാം കണ്ടതല്ലേ അവന്റെ പ്രാണസങ്കടങ്ങളെ. ഇന്ന് ഈ പകൽക്കാലം ഈ ശബ്ദം കേൾക്കുമ്പോഴും ഞാൻ പറയട്ടെ, പലരും നിന്റെ പ്രാണസങ്കടങ്ങളെ കണ്ടിട്ടും കാണാത്തതിനെ പോലും പോകുമ്പോ അതിനകത്ത് കിടക്കട്ടെ, അതിനകത്ത് നീ തീരട്ടെ, അതിനകത്ത് നീ ഒതുങ്ങിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞ് നിന്റെ പ്രാണസങ്കടം കൂടെ അകത്ത് സന്തോഷിക്കുവാനും വിനോദിക്കുവാനും ആഹ്ലാദിക്കുവാനും ഹല്ലേലൂയ തയ്യാറെടുക്കുന്ന ഒരു കൂട്ടം പേരുടെ നടുവിൽ നിൽക്കുമ്പോ, പ്രിയ ദൈവ പൈതലേ, നീ പ്രാണസങ്കടപ്പെട്ടിരിപ്പാൻ ദൈവം അധികം സമ്മതിക്കത്തില്ല. നിന്റെ പ്രാണസങ്കടങ്ങളിൽ നിന്ന് വിടുവിച്ച് നിന്റെ പ്രാണസങ്കടത്തിലേക്ക് നയിച്ചതായ അവർക്ക് ദൈവം നിന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, ജോസഫിനെ ദൈവം ആ സഹോദരങ്ങൾക്ക് ഒരു അനുഗ്രഹമാക്കി ദൈവം ചേഞ്ച് ചെയ്തു. ഇന്ന് ആ പകൽക്കാലം ആരുടെയൊക്കെ ലൈഫിനെ ദൈവം തമ്മിൽ ചേഞ്ച് ചെയ്യിപ്പിക്കുക. സ്തോത്രം. ചിലർ നിനക്ക് പ്രാണസങ്കടങ്ങൾ വരുത്തി കാണും, പക്ഷേ അവർക്ക് ദൈവം നിന്നെ ഒരു അനുഗ്രഹമാക്കി നിർത്താൻ പോകുക. നിന്റെ പ്രാണസങ്കടങ്ങളെ മാറ്റത്തക്ക രീതിയിൽ അവിടെ കാണുവാൻ സാധിക്കുന്നു. ആ പ്രാണസങ്കടങ്ങളെ കണ്ടിട്ടും അവന്റെ അപേക്ഷ നാം കേട്ടില്ല. ആ പ്രാണസങ്കടത്തിൽ നിന്ന് അവൻ അപേക്ഷിക്കുക, എന്നെ ഇതിനകത്ത് ഇട്ടിട്ട് പോകരുത്, എന്നെ അവരുടെ കരത്തിൽ വിറ്റുകളയരുത് എന്നൊക്കെ പറഞ്ഞ് തന്റെ അപേക്ഷിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. കെഞ്ചുന്ന ഒരു അനുഭവമാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത്. പക്ഷേ അതെല്ലാം വന്നിട്ടും തന്റെ സഹോദരങ്ങൾക്ക് ഒരു അലുവും തോന്നാതെ പോയപ്പോഴും, പ്രിയതേ മക്കളെ, നമ്മെ കണ്ട് മനസ്സലിയുന്ന ഒരു കർത്താവ്, നമ്മോട് അലിവ് കാണിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ജോസഫ് തകർന്നു പോകാൻ ഇടയാക്കാത്തവണ, അതെ നശിച്ചു പോകാൻ ഇടയാക്കാത്തവണ അവന് അതിനകത്തൊന്നൊക്കെ കയറ്റി മിസ്രൈമിൽ രണ്ടാമനായി ഉയർത്തിയതാ ഒരു സർവശക്തനായ ദൈവമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ചില നിമിത്തം നീ സങ്കടപ്പെടുന്നുണ്ടായിരിക്കാം. പക്ഷേ ആ സങ്കടത്തിലേക്ക് നിന്നെ നയിച്ചവർക്ക് ദൈവം നിന്നെ ഒരു അനുഗ്രഹമാക്കി നിർത്തും. ഹല്ലേലൂയ. എന്ന് നീ അവരുടെ സങ്കടം കൊണ്ട്, അവര് നിന്നെ അനുഭവിപ്പിക്കുന്ന വേദന കൊണ്ട് നീ സങ്കടപ്പെട്ടിരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഈ പകൽക്കാലം ഹല്ലേലൂയ, ചില നിമിത്തം നീ അനുഭവിക്കുന്ന ചില സങ്കടങ്ങളിൽ നിന്ന് എന്റെ സ്വർഗത്തിലെ ദൈവം നിന്നെ വിടുവിക്കാൻ പോകുക. സ്തോത്രം. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നമ്മെ സങ്കടപ്പെടുത്തുന്ന ഒത്തിരി പേർ കാണുമായിരിക്കാം. സ്തോത്രം. എന്നാൽ അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുപോകാൻ കഴിയുന്ന ഒരേ ഒരാളെന്ന് പറയുന്നത് നമ്മുടെ യേശു കർത്താവ് മാത്രമത്രേ. ഹല്ലേലൂയ. അത് നമ്മുടെ യേശു കർത്താവിന് മാത്രമേ നിന്റെ സങ്കടത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാനായിട്ട് കഴിയത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു, കഷ്ടവും സങ്കടവും എന്നെ പിടിച്ചിരിക്കുന്നു, എങ്കിലും നിന്റെ കൽപ്പനകൾ എന്റെ പ്രമോദമാക്കുന്നു. സ്തോത്രം. അതേ സങ്കീർത്തനക്കാരനായിരിക്കുന്ന സ്തോത്രം പറയുന്ന ഒരു കാര്യമുണ്ട്, കഷ്ടവും സങ്കടവും എന്നെ പിടിച്ചിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ഈ ഒരു അനുഭവത്തിലിരിക്കുമ്പോഴും സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എങ്കിലും ഹല്ലേലൂയ നിന്റെ കൽപ്പനകൾ എന്റെ പ്രബോധനമാക്കുന്നു. ഈ പകൽക്കാലം പ്രിയതേ മക്കളെ, സങ്കടങ്ങൾ
പ്രയാസങ്ങൾ കാണുമായിരിക്കാം, കഷ്ടങ്ങൾ കാണുമായിരിക്കാം. കർത്താവിലൊന്ന് പ്രമോദിക്കുവാൻ, കർത്താവിന്റെ വചനത്തിലൊന്ന് പ്രമോദിക്കുവാൻ നമുക്ക് കഴിയുമെങ്കിൽ അവിടെയാ നാം വിടുതൽ പ്രാപിക്കുവാനായിട്ട് ഇടയായി തീരുന്നത്, അവിടെയാ നാം ധൈര്യപ്പെടുവാനായിട്ട് ഇടയായി തീരുന്നത്. സ്തോത്ര ഹല്ലേലൂയ. അതേ, കർത്താവിൽ ആനന്ദിക്കുവാൻ. ഹല്ലേലൂയ. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഹല്ലേലൂയ കാരാഗൃഹത്തിൽ കിടക്കുമ്പോഴും താൻ ലേഖനം എഴുതിയത് കർത്താവിലെപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. അങ്ങനെ ഈ പകൽക്കാലം ഒരു സങ്കടത്തിന് നമ്മെ മുക്കിക്കളയാൻ പറ്റാത്ത, ഒരു സങ്കടത്തിന് നമ്മെ വീഴ്ത്തിക്കളയാൻ പറ്റാത്തതായ ഒരു ദൈവിക സമാധാനവും ഒരു സന്തോഷത്തെയും ഈ പകൽക്കാല കർത്താവ് നമ്മുടെ മേൽ പകരുക. ഹല്ലേലൂയ. കർത്താവിലൊന്ന് ആനന്ദിക്കത്തക്ക രീതിയിൽ കർത്താവിന്റെ കൃപയെ ദൈവം നമ്മുടെ മേൽ പകരുക. സ്തോത്ര ഹല്ലേലൂയ. ഹന്ന എന്ത് ചെയ്തു? വ്യസന നിമിത്തം കരയുവാനായിട്ടിടയെത്തുന്നു. അവിടെ ഹൃദയത്തെ ദൈവസനെ പകരുവാനായിട്ടിടയെത്തുന്നു. എന്നാൽ 2-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, എന്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു. ഹല്ലേലൂയ. അതേ, വ്യസനിപ്പിക്കുവാനും സങ്കടപ്പെടുത്തുവാനൊക്കെ ഒരു കൂട്ടം പേർ നമ്മുടെ ചുറ്റുപാട് നിൽക്കുമ്പോഴും ആ വിഷമഘട്ടത്തിൽ നിന്ന്, ആ വ്യസനത്തിന്റെ അനുഭവത്തിൽ നിന്ന്, ആ സങ്കടത്തിന്റെ ആഴത്തിൽ നിന്ന് നമ്മെ പുറത്തു കൊണ്ടുവരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. അതുകൊണ്ട് സങ്കടവും കഷ്ടതയൊക്കെ നമ്മുടെ ജീവിതത്തിൽ കാണും. എന്നാൽ എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ കൽപ്പനകൾ നമുക്ക് പ്രമോദമായി തീരണം. അതിൽ ആനന്ദിക്കുക. ഈ വചനത്തെ വായിച്ചൊന്ന് ആനന്ദിക്കുക, ഈ വചനത്തിലൊന്ന് സന്തോഷിക്കുവാനായിട്ട് നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ ലൈഫ് ഒന്ന് ചേഞ്ച് ചെയ്യുവാനായിട്ട് ഇടയായിത്തീരുന്നത്. സങ്കടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ നമ്മെ ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനത്തിൽ ഒന്ന് ആനന്ദിക്കേണ്ടതിനായിട്ട് ഈ വചനത്തെ ധ്യാനിക്കുവാനായിട്ട് ഇടയായി തീരണം. അടുത്ത വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു, ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ കരുണ എനിക്ക് വരുമാറാക്കട്ടെ, ഞാൻ നിന്റെ ന്യായ പ്രമാണത്തെ രസിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഈ പ്രിയ ദൈവ പൈതലെ, ഈ പൽക്കാലം ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ വചനത്തിൽ പ്രമോദിക്കുക, ദൈവത്തിന്റെ വചനത്തെ രസിക്കുവാനായിട്ട് നാം തുടങ്ങിക്കഴിഞ്ഞാൽ എന്തെല്ലാം സങ്കടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലോ അതൊന്നും നമ്മുടെ ഹൃദയത്തെ ബാധിക്കത്തില്ല, നമ്മുടെ മനസ്സിനെ ബാധിക്കത്തില്ല. ഹല്ലേലൂയ. നാം ദൈവത്തിൽ ആനന്ദിച്ച് തുടങ്ങുവാനായിട്ടിടയത്തില്ല. അങ്ങനെ ഈ പകൽക്കാലം, സ്തോത്ര ഹല്ലേലൂയ, നമ്മുടെ സങ്കടപ്പെടുത്തുന്ന അനുഭവങ്ങളുടെ അടുവിൽ നിന്ന് ഈ പകൽക്കാല കർത്താവ് നമ്മെ വിടുവിക്കുവാനായിട്ട് ഇടയായിത്തീരും. 55-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന്റെ 2-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്, എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു, മരണഭീതിയും എന്റെ മേൽ വീണിരിക്കുന്നു. കാരണം എന്തായെന്ന് നമുക്ക് തൊട്ടു മുമ്പിലത്തുള്ള ഭാഗങ്ങളിൽ കാണുവാൻ സാധിക്കുന്നു. ശത്രുവിന്റെ ആരവാരം നിമിത്തവും ദുഷ്ടന്റെ പീഡ നിമിത്തവും ഞാൻ എന്റെ സങ്കടത്തിൽ പൊറുതിയില്ലാതെ ഞരങ്ങുന്നു. ഹല്ലേലൂയ. ദാവീദ് തന്റെ സങ്കീർത്തനത്തിൽ പറയുകയാണ്. ഹല്ലേലൂയ. അതേ, മറ്റുള്ളവരുടെ ആരവാരം നിമിത്തം, ഹല്ലേലൂയ, അവരുടെ പീഡ നിമിത്തമായിട്ട് സങ്കടത്തിൽ പൊറുതിയില്ലാതെ ഞരങ്ങുന്നുണ്ട്. ഹല്ലേലൂയ. അവർ എന്റെ മേൽ നീതികേട് ചുമത്തുന്നു, കോപത്തോടെ എന്നെ ഉപദ്രവിക്കുന്നുണ്ട്. അങ്ങനെ പറയാണ്. ആ ഒരു അനുഭവത്തിൽ ദാവീദ് പറയുന്നു, എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുക. ഹല്ലേലൂയ. ഇന്ന് ഈ പകൽക്കാലം ഈ ശബ്ദം കേൾക്കുമ്പോ പലരുടെ ആരവാരവും കോപവും പീഡയൊക്കെ നിമിത്തം നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യുന്നു? ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നവരായിരിക്കാം ഈ ശബ്ദം കേൾക്കുന്നത്. ഹല്ലേലൂയ. എന്ന് ഞാൻ പറയട്ടെ, തളർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. ആ സ്തോത്രം നമ്മെ പരിപാലിക്കുന്ന സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. കൂരിന്റെ നടുവിൽ കൂടി കടന്നു പോയാലോ ഒരു അനർത്ഥവും നമുക്ക് കേൾക്കാത്തവണ്ണ, ഒരു ബാധയും നമ്മുടെ കൂടാരത്തിന് നടക്കാത്തവണ്ണ നമ്മെ കാക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. പക്ഷെ അതിനകത്തൊക്കെ ഒത്തിരി ഭാരങ്ങൾ പറഞ്ഞ ശേഷം പറയുന്നുണ്ട്. ഹല്ലേലൂയ. അതേ, സ്തോത്രം. യോബ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ വൈകുന്നേരത്ത് കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും, അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, നമ്മുടെ സങ്കടങ്ങളെ പറയുക, നമ്മുടെ പ്രാണസങ്കടങ്ങളെ പറയുക. നമുക്കൊരപ്പനുണ്ട്. ഹല്ലേലൂയ. ആ അപ്പനോട്, ഹല്ലേലൂയ, ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരത്തും എന്റെ സങ്കടം ബോധിപ്പിക്കും. ഹല്ലേലൂയ. ഞാൻ എന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കും, എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും. നാം പലരോട് നമ്മുടെ സങ്കടങ്ങൾ പറയുന്നുണ്ടായിരിക്കാം, എന്നാൽ അവിടെ നിന്നൊന്നും ഒരു വിടുതൽ ഇല്ലാതിരിക്കുമ്പോ അവിടെ വചനത്തിലൊക്കെ നമ്മളെ കാണുവാൻ സാധിക്കും, എന്നെ നിന്ദിച്ചത് ഒരു
ശത്രുവല്ല. അങ്ങനെയെങ്കിൽ സഹിക്കുമായിരുന്നു ഒക്കെ പറയും. നീയോ എന്നോട് സ്തോത്രം, എന്റെ പ്രാണസ്നേഹിതനാ. അവരെ എന്ത് ചെയ്യുന്നത്? ദാവീദിനെ വേദനിപ്പിക്കുവാനായിട്ട് ഒത്തിരി വേദനിക്കുന്ന ഭാഗങ്ങൾ പറഞ്ഞിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്നാലും ഞാൻ എന്റെ സങ്കടങ്ങൾ മനുഷ്യരോടല്ല പറയുന്നത്, ഞാൻ എന്റെ സങ്കടങ്ങളെ എന്റെ ദൈവത്തോട് പറയും. ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും. ഹല്ലേലൂയ. അങ്ങനെ ഈ പ്രിയ ദൈവങ്ങളെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ സങ്കടത്തെ അറിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നീ ഒത്തിരി മനുഷ്യരോട് പറഞ്ഞില്ലേ നിന്റെ സങ്കടങ്ങളെ? ഈ പകൽക്കാല ആ മേഖലയെ മാറ്റിവെച്ചിട്ട് നീ സ്തോത്ര ദൈവസന്നിധിയില് നിന്റെ സങ്കടങ്ങളെ ഒന്ന് ഇറക്കി വയ്ക്കി. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തെ ആനന്ദം തരുവാൻ കഴിയുന്ന, നിന്റെ ജീവിതത്തെ പ്രമോദിപ്പിക്കുവാൻ കഴിയുന്ന, നിന്റെ ഭവനത്തിന്റെ അവസ്ഥകളെ മാറ്റുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവം കൂടെയുണ്ട്. ആ കർത്താവിന്റെ കര ഈ പകൽക്കാലം നിങ്ങളെ തൊടും. ഹല്ലേലൂയ. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ആരും നമ്മുടെ സങ്കടങ്ങളെ അറിയുന്നില്ല എങ്കിൽ നമ്മുടെ പ്രാണ സങ്കടങ്ങളെ അറിയുന്ന സർവശക്തനായ ദൈവം കൂടെയുണ്ട്. നീ തനിച്ചല്ല. സ്തോത്ര. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് അരുളി ചെയ്തതായ സർവശക്തനായ ദൈവ കർത്താവ് നിന്നെ ഉള്ള കരത്തിൽ പിടിച്ചിരിക്കുക. സ്തോത്ര. ഹല്ലേലൂയ. നീ ഭാരപ്പെടേണ്ട, നീ ആകുലപ്പെടേണ്ട. നിന്റെ ഭാരം എന്റെ മേൽ വച്ചു കൊള്ളുക. അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവൻ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവമക്കളെ, സങ്കടങ്ങളെ ദൈവസന്നിധിയിൽ ബോധിപ്പിച്ച് രാവും പകലും വൈകുന്നേരം കരയുന്ന ദൈവ പൈതലെ, നിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തിയെ ദൈവം വെളിപ്പെടുത്തും. നീ മറ്റുള്ളവരുടെ മുമ്പിൽ കുലുങ്ങിപ്പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ദാവീദിനെ ദൈവം എന്ത് ചെയ്തു? അതേ സ്തോത്രം. ഹല്ലേലൂയ. എല്ലാരും അവഗണിച്ചപ്പോഴും എല്ലാരും മാറ്റി നിർത്തിയപ്പോഴും എന്റെ സർവശക്തനായ ദൈവം അവനെ പുറത്തു കൊണ്ടുവന്നു. അവനെ മാനിക്കാനായിട്ടിടയെ തീർന്നു. സങ്കടത്തിന്റെ ആഴത്തിൽ നീ കിടക്കുമ്പോഴ്, സങ്കടത്തിന്റെ വേദന കൊണ്ട് നീ പൊറുതി ഇല്ലാതെ ആകുമ്പോഴ് നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം എന്ന് നീ അതിനകത്ത് കിടക്കാനായിട്ട് അനുവദിക്കത്തില്ല. നിന്നെ പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. ഇസ്രായേൽ ജനതയുടെ സങ്കടത്തെ അറിഞ്ഞതായ ദൈവം, ഹല്ലേലൂയ, അവരെ പുറത്തു കൊണ്ടുവന്നു. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഹല്ലേലൂയ. ജോസഫിന്റെ പ്രാണ സങ്കടങ്ങളെ അറിഞ്ഞതായ ദൈവം മിസ്രയീമിൽ രണ്ടാമനായി ഉയർത്തിയെങ്കിൽ ദാവീദിന്റെ സങ്കടങ്ങളെ കണ്ടതായ ദൈവം, ഹല്ലേലൂയ, സ്തോത്രം, അഭിഷേക തൈലം തന്റെ മേൽ പകർന്ന് അനുഗ്രഹിക്കുവാനായിട്ട് ഇടയായി തീർന്നുവെങ്കിൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ദൈവ പൈതലേ, നിന്റെ സങ്കടത്തെ അറിയുന്ന സർവശക്തനായ ദൈവം നിന്നെ വിടുവിക്കുവാനായിട്ട് ഇടയത്തിര. ചില പ്രാണ സങ്കടങ്ങളെ നിന്റെ ഹൃദയത്തിനകത്ത് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഏറ്റതായ ചില സങ്കടത്തിന്റെ അനുഭവത്തെ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റുകയാ. ആർക്കും എടുത്തു കളയാൻ പറ്റാത്ത ഒരു ദൈവിക സമാധാനോ ഒരു ദൈവിക പരിപാലനോ നിന്റെ ഹൃദയത്തിനകത്ത് ദൈവം പകരുക. ആരുമില്ലെന്നുള്ള ചിന്തകളെ ഈ പകൽക്കാലം പരിശുദ്ധാത്മ നിങ്ങളുടെ മൈൻഡിനകത്ത് നിന്ന് എടുത്തു മാറ്റുകയാ. സ്തോത്ര. നിങ്ങളുടെ സങ്കടത്തെ മാറ്റുന്ന ഒരു സർവശക്തനായ ദൈവത്തിന്റെ കര. അത് ഈ പകൽക്കാലം പരിശുദ്ധാത്മ വ്യക്തമായി വിളിച്ചു പറയുന്നു. നിന്റെ ഭവനത്തിനകത്ത് നീ സങ്കടപ്പെടുന്നത്, നിന്റെ ജോലി മേഖലയ്ക്കകത്ത് നീ സങ്കടപ്പെടുന്നത്, നീ അനുഭവിക്കുന്ന ചില സങ്കടത്തെ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവം ഈ പകൽക്കാലം നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ പോകുകയാ. നിന്റെ ഹൃദയത്തിനകത്തിലെ മുറിവുകളെ ദൈവം മാറ്റുന്ന പകൽക്കാലം അത്രേ. ഹല്ലേലൂയ. അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കാമോ? നമ്മുടെ സങ്കടങ്ങളെ അറിയുന്ന സർവശക്തനായ ദൈവം നമ്മുടെ സങ്കടങ്ങളുടെ നടുവിൽ നിന്ന് വിടുവിക്കുവാനായിട്ട് ഇടയായിത്തീരും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം ശ്രവിക്കുന്നതുകൊണ്ട് ചിലത്തെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. അപ്പൊ ഞങ്ങളുടെ സങ്കടങ്ങളെ അറിയുവാൻ ആരുമില്ല എങ്കിലും ഞങ്ങളുടെ സങ്കടങ്ങളെ അറിയുന്ന ഒരു സർവശക്തനായ ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്. അപ്പാ, തന്റെ ജനത്തെ സങ്കടപ്പെടുത്തുന്ന വിഷയങ്ങളുടെ നടുവിൽ നിന്ന് ഈ പകൽക്കാലം തന്റെ ജനത്തെ വിടുവിക്കണമേ. ഇസ്രായേൽ ജനത്തെ സങ്കടത്തെ അറിഞ്ഞ ദൈവം, ജോസഫിന്റെ സങ്കടങ്ങളെ അറിഞ്ഞതായ ദൈവം, ദാവീദിന്റെ സങ്കടങ്ങളെ അറിഞ്ഞതായ ദൈവം, അവരുടെ ജീവിതത്തിൽ അഭിവൃദ്ധി കൊടുത്തതായ ദൈവത്തിന്റെ കാലം ഈ പകൽക്കാലം തന്റെ ജനം സങ്കടപ്പെട്ട് ഞരങ്ങുന്ന അവരുടെ പ്രാണ സങ്കടങ്ങളെ അറിയുന്നതായ സർവശക്തനായ ദൈവം, ആ സങ്കടപ്പെടുന്ന വിഷയങ്ങളുടെ നടുവിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം
തന്റെ ജനത്തെ വിടുവിക്കണമേ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ. അവരുടെ സങ്കടങ്ങൾ മാറട്ടെ കർത്താവേ. അവരുടെ വേദനകൾ മാറട്ടെ കർത്താവേ. അവരുടെ ഞരക്കങ്ങൾ മാറട്ടെ കർത്താവേ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ, അങ്ങിൽ അവർ പ്രമോദിക്കുവാൻ, അങ്ങിൽ അവർ രസിക്കുന്ന പകൽക്കാലമാക്കി ഒരു ദൈവിക വിടുതൽ തന്റെ ജനത്തിന്റെ മേൽ ഈ പകൽക്കാലം കൈമാറുന്നതിനായി സ്തോത്രം. അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ തന്റെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്ര. സകല മാനവും മഹത്വവും പുകഴ്ചയും അങ്ങേയ്ക്കായി തരുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.